അന്വേഷണാത്മക മാധ്യമ ചരിത്രത്തിൽ മാത്യു സാമുവലിന് എന്നും നായക പരിവേഷമാണുള്ളത്. ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു അഴിമതി കഥ ജീവിക്കുന്ന തെളിവുകളോടെ ദൃശ്യാവിഷ്കരിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് കൈമാറുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചത് പത്തനാപുരത്തുകാരനായ മാത്യു സാമുവലായിരുന്നു. മാത്യുവും സംഘവും പുറത്തുവിട്ട ആ അഴിമതി ദൃശ്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ദശാബ്ദത്തിനു മുമ്പ് സൃഷ്ടിച്ച ഇടിമുഴക്കത്തിന്റെ ശബ്ദം ഇന്നും നിലച്ചിട്ടില്ല. കോഴപ്പണം പറ്റിയ ദേശീയ നേതാവായ ബംഗാരു ലക്ഷ്മൺ തീഹാർ ജയിലിലേക്ക് യാത്രയായപ്പോൾ തന്റെ പ്രവർത്തനങ്ങളെ ഒരു ദശകത്തിനു ശേഷം മാത്യു അനുസ്മരിക്കുകയാണ്. കല്ലുമുള്ളും നിറഞ്ഞ പാതയിലൂടെ താൻ നടത്തിയ സാഹസികവും ധീരവുമായ യാത്ര മാത്യു അനുസ്മരിക്കുന്നത് മാധ്യമം ആഴ്ചപ്പതിപ്പിലൂടെയാണ്. സ്വന്തം ജീവന് ഭീഷണിയുണ്ടാകുമെന്നറിഞ്ഞിട്ടും ജീവനേക്കാൾ വലുതായി സ്വന്തം തൊഴിലിനെയും ദൗത്യത്തെയും കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അറിയപ്പെടാത്ത മാത്യു അറിയപ്പെടുന്ന മാത്യു സാമുവലായി മാറിയത്. മാധ്യമ പ്രവർത്തനം മറ്റേതു മേഖലയെക്കാളും വലിയ ത്യാഗവും ഭീഷണിയും നിറഞ്ഞതാണെന്ന് മാധ്യമം വാരികയിലെ അനുഭവക്കുറിപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ വായനക്കാർക്കല്ല, മാധ്യമലോകത്തെ നവജാതർക്കാണ് മാത്യുവിന്റെ അനുഭവക്കുറിപ്പുകൾ ഏറെ പ്രചോദനം പകരുന്നത്. സാഹസിക മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് മാത്യു സാമുവൽ. മാത്യു പ്രദേശവാസിയാണ് എന്നതിൽ നമുക്കും അഭിമാനിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.